ഹായ് ഗൈസ്, നമസ്കാരം. നമ്മളിന്ന് തൃശ്ശൂർക്കാണ് ഇന്നത്തെ യാത്ര. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയിണ്ടായി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ, ഈ എക്സിബിഷൻ്റെ ഉള്ളിൽ മീനുകളുടെ ഒരു വലിയ ശേഖരം അല്ലെങ്കിൽ ഭയങ്കര കളക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അന്ന് നമ്മൾ പോയപ്പോൾ ഇത് കാണാൻ പറ്റില്ല, സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു വന്നു. പക്ഷേ ഇന്ന് നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെ മീനുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടും അവിടെയുള്ള മീനുകളെയൊക്കെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് തൃശ്ശൂർക്കാണ്. ഓക്കെ, ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലുള്ള ആ എന്താ പറയുക, മീനുകളുടെ ഒരു വലിയ കളക്ഷനുള്ള അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മൾ കടന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് അല്ലേ? 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. പക്ഷേ എങ്കിലും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് മുതലാവും എന്ന് തന്നെയാണ് നമുക്ക് എന്താ പറയുക പറയാനുള്ളത്. കാരണം നമ്മളിതുപോലുള്ള അക്വേറിയങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കാണുന്നതിന് വലിയൊരു എന്താ പറയുക ടിക്കറ്റ് ചാർജ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക 1/3 ഉള്ളൂ ഇവിടുത്തെ ഒരു ചാർജ്. അപ്പോൾ ഒരു 100 രൂപ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലും വലിയ നഷ്ടമൊന്നും കാണില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മീനുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു അത്ഭുത ലോകമായിരിക്കും. കാരണം ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ഒരുപാട് മീനുകളുടെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ തൊട്ട് കാണുക എന്നുള്ളതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് മാത്രമല്ല, നമുക്കാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നവർക്ക് ഇതൊരു വലിയൊരു കൗതുകം തന്നെയായിരിക്കും. കാരണം നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനുകളുണ്ട്. പക്ഷെ നമുക്ക് ഈ മീനുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏതാണ് മീനുകൾ എന്നുള്ള എല്ലാ മീനുകളുടെയും പേരുകളൊന്നും അറിയാത്തത് കൊണ്ട് നമുക്കിത് മുഴുവനായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട്. പക്ഷെ ഒരുവിധം മീനുകളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. പക്ഷെ എങ്കിൽ പോലും അതൊരു പക്ഷേ കറക്റ്റ് ആവണമെന്നില്ല. കാരണം എന്താ പറയുക, പല ടൈപ്പിലുള്ള മീനുകളാണ്, പല ടൈപ്പ് മീനുകൾക്കും പല പേരുകളാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യും, കാരണം ഇതാ മീനല്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത്, കാരണം ഇവർ സെറ്റ് ചെയ്താക്കണ സജ്ജീകരണം, അതായത് ഇത് സെറ്റ് ചെയ്താക്കണ സംഭവം ഒരു രക്ഷയില്ല. കാരണം ഈ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ, അതായത് ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫിഷിനെ എന്താ പറയുക ഇതിനകത്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, അത് നമുക്ക് എത്രത്തോളം ശരിക്കും നമ്മൾ ചിന്തിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വെള്ളം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ മീനുകൾ ഇട്ടത്. കാരണം മീനുകൾ ഡെഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ മുതൽ എന്താ പറയുക അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. വാവ്, അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. കാരണം ചെറിയ മീനുകൾ, അതായത് എന്താ പറയുക കളർഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ. നമുക്കൊരു കടലിൻ്റെയൊക്കെ അടിത്തട്ടിൽ ചെന്ന് കാണുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ ഈ മീനുകളെ കാണുമ്പോൾ. മീൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വിഷ്വലിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ചെറിയ മീനുകളാണെങ്കിൽ പോലും ഇവരുടെ ആ ഒരു കളറുകൾ, പല ടൈപ്പിലുള്ള കളറുകൾ, കാരണം അധികം വലിപ്പമില്ല. പക്ഷെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട്. ഒരുപാട് ആളുകൾ ഇത് കണ്ട് പോയിട്ടുണ്ടാവും. കാരണം ആർക്കും ഇത് മറ്റ് സംഭവങ്ങൾ കാണുന്നതിനേക്കാൾ ഒരു നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന, അതായത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങളായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കാണുക. കാരണം ഇതുകൊണ്ടാ, ഇതിപ്പോൾ ഒരു നെക്സ്റ്റ് പോർഷനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെയുള്ളൊരു പോർഷനാണ്. അവിടെ ഇപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മീനുകളാണ്. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ മീനുകളാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരുപോലെയാണ്, പക്ഷെ എല്ലാ മീനുകൾക്കും അതിൻ്റെതായ വ്യത്യസ്തതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു മീൻ എനിക്ക് ഒരുപാട് പേര് അല്ലെങ്കിൽ നമ്മൾ മിക്ക സ്ഥലങ്ങളിലും കാണുന്നതായിരിക്കും. ഈ കുളത്തിൽ മുതൽ എന്താ പറയുക ഇതുപോലുള്ള അക്വേറിയങ്ങളിലൊക്കെ കാണാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതിക്ക് മുമ്പ് കണ്ടിട്ടുള്ള മീനുകൾ എന്ന് പറഞ്ഞാൽ അധികം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരുപാടെന്ന് വെച്ചാൽ നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയും കളക്ഷനാണ് ഈ ഒരു മീനുകൾ ഇവിടെ കാണുന്നത്. ഇത് ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ നിന്ന് അതിന് വരുന്ന ആളുകൾ ഈ മീനുകളുടെ എന്താ പറയുക ഇതിൻ്റെ പുറകിൽ മീനുകളെ പുറകിലാക്കി നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും കാരണം നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഇത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിങ്ങനെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര കൗതുകമാണ്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ ആ ഒരു കവാടം കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വയ്ക്കുകയാണ്. ഉള്ളിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ തന്നെ
എന്താ പറയുക അക്വേറിയങ്ങൾ, വലിയ അക്വേറിയങ്ങളിൽ തന്നെ പല ടൈപ്പിലുള്ള മീനുകൾ. കാരണം ഇതിൻ്റെ അടിയിൽ നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ തെരണ്ടി പോലുള്ള ഒരു മീനാണ്. പക്ഷെ ഭയങ്കര കളർഫുള്ളാണ്, വൈറ്റ് ആണ്. പക്ഷെ ഇതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ട് കാണാനായിട്ട്. ഇതെന്ത് മീനാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇത് ഒരുപാടുണ്ട് കണ്ടിട്ട്. ഇത് പേരറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയാത്തത്. ഇവിടെയും കാരണം ഇത് അറേഞ്ച് ചെയ്താക്കുന്നത് കുറേ കല്ലുകളും അതുപോലെ തന്നെ പഴയ മരത്തിൻ്റെ ഈ കഷണങ്ങൾ, അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ ഈ എന്താ പറയുക മരത്തിൻ്റെ കഷണങ്ങളാണോ പഴയ മരമൊന്നും അറിയില്ല, ഇതൊക്കെ ഇട്ടിട്ടാണ് ഇതിന് ഈ ഒരു അക്വേറിയം നല്ല രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇത് കാണാൻ തന്നെ ഒരു രസമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയം പോണതറിയില്ല. കാരണം ഓരോ മീനുകൾക്കും അത്രയും ഭംഗിയാണ് കാണുന്നത്. കാരണം മീനുകൾക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുക. കാരണം ഒരുപാട് മീനുകളുടെ ഇപ്പോൾ ഒരു നെക്സ്റ്റ് സെക്ഷനാണ്. ഇത് ഫുള്ള് ഗോൾഡ് ഫിഷ് ആണെന്നാണ്. പക്ഷെ ആണെങ്കിൽ പോലും ഇതിന് കൊടുത്തിരിക്കുന്ന ലൈറ്റിങ് അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, കുറച്ച് ബ്ലാക്ക് മീനുകളും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ തൊട്ടിപ്പുറത്ത് തന്നെ ഇത് മീൻ എന്താണ് പേരറിയത്തില്ല, കാരണം ഇവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കടലിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന അതേ ഒരു ഫീലാണ് ഇത് കാണുന്നത്. ഇത് എന്ത് മീനാണ്? ഇത് അരവണപ്പൈമല്ല, ഇത് അരവണ. ഈ മീനാണ്, ഇത് അരവണ എന്ന് പറഞ്ഞ മീനാണ്. പക്ഷെ നമ്മളിത് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കര വലിപ്പത്തിലുള്ള മീൻ നമ്മൾ ഇത്ര അടുത്ത് കാണുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ആദ്യമായിട്ടായിരിക്കാം. മറ്റുള്ള പ്രേക്ഷകർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എങ്കിൽ പോലും. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഇതിന് ഭയങ്കര രസമാണ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ അക്വേറിയങ്ങളിൽ തന്നെ കാണുന്നതാണ്. ഈ മുഷി പോലുള്ള എന്തോ ഒരു മീനാണ്, പേര് കറക്റ്റ് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും കാണാൻ ഭയങ്കര രസമാണ്. ഇതും അതേ കണ്ടതും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റാണ്. നമ്മൾ ശരിക്കും പറഞ്ഞത് ഒരു കടലിനുള്ളിൽ പോകുന്ന അതേ ഫീലാണ്ട. നമ്മൾ ഇത്രയൊക്കെ കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് തിരിച്ച് മുൻപിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി പുറത്തേക്ക് കയറുമ്പോൾ ഒരു വിസ്മയ ലോകമാണ് അല്ലേ, കുട്ടികൾക്കടക്കം. കാരണം ഇതിപ്പോൾ നമ്മൾ വരുന്ന വഴിയിലും ഇത്രയും വലിയൊരു മീനുകൾ ഇങ്ങനെ നമ്മളെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമ്മുടെ തലയുടെ മുകളിലൂടെ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അവന്മാർ. ഇഷ്ടം പോലെ മീൻകുട്ടന്മാരും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഫ്രീ ആണെങ്കിൽ എല്ലാവരും വന്നിട്ടൊന്ന് കാണും. നമുക്കിതൊരു ഭയങ്കര അനുഭവമായിരിക്കും. ഇപ്പം നമ്മൾക്കോ അല്ലെങ്കിലും നമ്മുടെ കൂടെ വരുന്ന കുട്ടികൾ, ഫാമിലി, ഇവർക്കൊക്കെ ഒരു അടിപൊളി എന്താ പറയുക ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു ഫ്രീ ടൈം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്താൽ ഒരുപാട് സന്തോഷം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.